ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പറഞ്ഞത് +1 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ഫിസിക്സിൻ്റെ ആത്മാവാണ് എന്നാണ്. അതിൽ ഇന്ന് എടുക്കുന്ന ക്ലാസ് ഫോഴ്സിനെ കുറിച്ചാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഈ ചാപ്റ്ററിലെ. ഫിസിക്സ് പഠിക്കുന്ന എല്ലാവരും ഈ ടോപ്പിക്ക് നന്നായി പഠിക്കണം. ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയർ കുട്ടികളും ഈ വീഡിയോ കാണണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഫോഴ്സിനെ അളക്കണം. ആ ഫോഴ്സിനെ അളക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ടാസ്ക്കാണ് ഫിസിക്സിലെ എന്നാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ക്രിക്കറ്റ് കളി കാണുകയാണെന്നിരിക്കട്ടെ. നിങ്ങളിങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നിങ്ങളുടെ നേരെ ക്രിക്കറ്റ് ബോൾ വെറുതെ ഇങ്ങനെ ഇട്ട് തരിക. നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടിക്കുക അല്ലേ? നിങ്ങളുടെ നേരെ ബോൾ മൂവ് ചെയ്ത് വരികയാണ്. അപ്പോൾ ബോളിന് മോഷനുണ്ട്. ഓക്കെ, എത്ര മോഷൻ ഉണ്ടെന്ന് വെച്ചാൽ മൊമെൻറ്റം കണ്ടുപിടിക്കണം, മാസിൻ്റെ വെലോസിറ്റി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ ആ ബോളിനെ പിടിച്ചു നിർത്തുമ്പം അതിന് മൊമെൻറ്റം ഇല്ലാതായി, അതായത് ചേഞ്ച് ഓഫ് മൊമെൻറ്റം സംഭവിച്ചു. അപ്പോൾ നിങ്ങൾ ഫോഴ്സ് കൊടുത്തിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂവ് ചെയ്യാതിരിക്കുന്ന വസ്തുവാണെങ്കിൽ മൊമെൻറ്റം ഉണ്ടാക്കുകയാണ്, അതും ചേഞ്ച് ആണല്ലോ. അപ്പോൾ ജനറലി നമ്മൾ പറയുക ഫോഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫോഴ്സ് പ്രൊഡ്യൂസസ് ചേഞ്ച് ഓഫ് മോഷൻ, അല്ലെ ചേഞ്ച് ഓഫ് മൊമെൻറ്റം സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ. ഇനി നോക്ക്, അപ്പോൾ നിങ്ങളുടെ നേരെ ഒരു ബോൾ ഇട്ട് തന്നു, നിങ്ങൾ എളുപ്പത്തിൽ പിടിക്കും. നിങ്ങളുടെ നേരെ ബോൾ കുറച്ചുകൂടെ സ്പീഡിൽ എറിഞ്ഞു തന്നു, കുറച്ചുകൂടെ മൊമെൻറ്റം ഉണ്ട്, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിടിക്കാൻ, എന്നാൽ നിങ്ങൾ പിടിക്കും. നല്ല സ്പീഡിൽ എറിഞ്ഞു തന്ന് അപ്പോൾ നമുക്ക് പിടിക്കാനൊരു പേടിയാണ്. എന്താ കാരണം? കയ്യിൽ വേദന എടുക്കും, കാരണം കൂടുതൽ ഫോഴ്സ് വേണം. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മളിപ്പം മനസ്സിലാക്കിയ ആശയത്തെ എഴുതുക. ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ചേഞ്ച് ഓഫ് പി എന്നാണ് ഞാൻ എഴുതിയത്, നിങ്ങൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് എഴുതണം. ആ ആശയം വളരെ വ്യക്തമല്ലേ? മൊമെൻറ്റം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ ഈ ക്രിക്കറ്റ് ബോൾ നിർത്താൻ പറ്റുള്ളൂ. ഈ ക്രിക്കറ്റ് ബോളിനെന്നല്ല, ഏത് വസ്തുവാണെങ്കിലും കൂടുതൽ മൊമെൻറ്റമുള്ള വസ്തുവാണെങ്കിൽ മാസും വെലോസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് മൊമെൻറ്റം, നിങ്ങൾക്കറിയാം. ഓക്കെ, അത് കൂടുതലുണ്ടെങ്കിൽ നിർത്താൻ കൂടുതൽ ഫോഴ്സ് വേണം. ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കര സ്പീഡിലൊക്കെ വരുന്ന ക്രിക്കറ്റ് ബോളിനെ എങ്ങനെയാണ് പ്ലെയേഴ്സ് ക്യാച്ച് ചെയ്യുക? ക്യാച്ച് ചെയ്യുമ്പോൾ നേരെ വിൽ ദേ ക്യാച്ച് സിംപ്ലി ലൈക്ക് ദാറ്റ്? പറ്റില്ല. ഭയങ്കര മൊമെൻറ്റം കൂടുതലുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ആ ക്യാച്ച് ചെയ്യുന്ന ആക്ഷൻ എങ്ങനെയാണ്? ക്രിക്കറ്റിൽ നമ്മൾ ആ ബോൾ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ തിരിയുക അല്ലേ? എന്തിനാണ് അങ്ങനെ ആ പ്രത്യേക രീതിയിൽ അവർ പിടിക്കുന്നതെന്നറിയോ? കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ സമയം കിട്ടിയാൽ എന്താ മെച്ചമുള്ളത്? കൈക്ക് വേദന എടുക്കില്ല. എന്ന് വെച്ചാൽ ഈ പിടിക്കുക എന്ന പ്രോസസ്, ദ പ്രോസസ് ഓഫ് ക്യാച്ചിങ്, ഇഫ് യു ടേക്ക് മോർ ടൈം ഫോർ ദാറ്റ്, ദ ഫോഴ്സ് നീഡഡ് ഈസ് ലെസ്. അപ്പോൾ സമയം കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറച്ച് മതി. അങ്ങനെയാണെങ്കിൽ ആ ആശയം ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ പറയുക? ഫോഴ്സ് കുറച്ച് ടൈം കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും. അപ്പോൾ നമ്മളതിനെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്നു. ഓക്കെ, സോ ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആൻഡ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം. ഇനിയുണ്ടല്ലോ, ഈ ആശയത്തെ നമ്മൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത് ന്യൂട്ടൻ്റെ ഐഡിയയാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ല പറയുന്ന രീതി എങ്ങനെയാണെന്നറിയോ? നിങ്ങളൊരു പക്ഷേ നേരത്തെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ എഴുതുന്ന കാര്യം നോക്കുക. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം. ഇതിനെ മാത്തമാറ്റിക്കലായൊരു ഭാഷയിൽ നമ്മൾ എങ്ങനെയാണ് പറയാമെന്നറിയോ? ആക്സിലറേഷൻ, നമ്മൾ ഡെഫിനിഷൻ പഠിച്ചേക്കുന്നത് ആക്സിലറേഷൻ ഈസ് ദ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ 1 സെക്കൻഡ് എന്നാണ്. ഇതിനെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ പറയുന്നത് ആക്സിലറേഷൻ ഈസ് ദ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കുകയാണ് എന്നാണ് പറയുക. സോ ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ് പറയുക. നിങ്ങളതവിടെ എഴുതി വെച്ച് പഠിക്കണം. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷൻ മതി, ഇങ്ങനെയും പറയും എന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചാണ്. കുറച്ചുകൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആയതാണ്. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട്. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ഈ കാര്യം നമ്മൾ എങ്ങനെയായിരിക്കും പറയുക? ഇങ്ങനെയായിരിക്കും എഴുതുക അല്ലേ? ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നാണ് പറയുക. അതിനടുത്ത സ്റ്റെപ്പാണ് ശരിക്കും ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ നമ്മൾ എങ്ങനെയായിരിക്കും സ്റ്റേറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? നോക്ക്, അതിന് മുന്നേ ഒരു കാര്യം കൂടെയുണ്ട്. ഈ ഫോഴ്സ് വെക്ടറാണ്, ഡയറക്ഷനുണ്ട്. ഇവിടെ വെക്ടറായിട്ടുള്ള കാര്യം മൊമെൻറ്റമാണ്, അല്ലെ ചേഞ്ച് ഓഫ് മൊമെൻറ്റമാണ്. ചേഞ്ച് ഓഫ് മൊമെൻറ്റം വെക്ടറാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യം കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ നോക്കിക്കേ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് the force acting on an object is directly proportional to the rate of change of its momentum and the force is in the direction of change of momentum. അത് എഴുതി വെച്ച് കാണാതെ പഠിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇവിടെയുള്ള പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഞാൻ ഇനി മുതൽ ഫോഴ്സ് എന്ന് എഴുതുന്നുള്ളൂ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1 ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ, മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് നമുക്കറിയാം. അതിലെ മാസ് മാറില്ലല്ലോ. അപ്പോൾ ഒരു മൊമെൻറ്റത്തിലെ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് വെലോസിറ്റി. സോ ഐ റൈറ്റ് ഇറ്റ് ആസ് മാസ് ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി, ചേഞ്ച് ഓഫ് വി ഡിവൈഡഡ് ബൈ ടൈം. ടൈം എന്ന് എഴുതി. സോ ദിസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് വി ബൈ ടി എന്ന് പറയുന്ന ആക്സിലറേഷനാണെന്ന് നമുക്കറിയാം. സോ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓ, അപ്പോൾ അതാണ് ആക്സിലറേഷൻ്റെ പ്രാധാന്യം. നോക്കിക്കേ, ഫോഴ്സ് ആക്സിലറേഷനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. സോ യു ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു എം എ. എഫ് ഈസ് ഈക്വൽ ടു എം എ. ഫിസിക്സിലെ ഏറ്റവും പ്രശസ്തമായ രണ്ടാമത്തെ ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നാണ് നമ്മൾ പറയുക. ഇനി +2 പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു എം എ. അല്ല, ഏറ്റവും മോസ്റ്റ് നോൺ ഫിസിക്സ് ഇക്വേഷൻ ഏതാ? ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ള ഇക്വേഷനാണെന്ന് നിങ്ങൾക്കറിയാം. അതെല്ലാവർക്കും അറിയാം. എന്താണ് ആ ഇക്വേഷൻ എന്ന് അറിയാത്ത ആളുകൾക്കും അതറിയാം. ഓക്കെ, പക്ഷേ ഫിസിക്സ് പഠിക്കുന്നവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലോവർ ക്ലാസ്സിൽ പഠിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്സ് ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷനാണ്. ഇനി ഇത് പഠിക്കുന്ന സമയത്ത്, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എക്സാമ്പിൾസ് എടുക്കും. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുമ്പം നന്നായി മനസ്സിലാക്കണം നമ്മളിത്. നോക്കുക, ഈ ഫോഴ്സ് എന്താണ് ചെയ്യുന്നത്? വാട്ട് ഫോഴ്സ് ഡസ്? ഫോഴ്സ് പ്രൊഡ്യൂസസ് ആക്സിലറേഷൻ. നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ച് പഠിക്കണം. ഫോഴ്സ് പ്രൊഡ്യൂസസ് ആക്സിലറേഷൻ. അല്ലെങ്കിലോ ഫോഴ്സ് പ്രൊഡ്യൂസസ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അല്ലെങ്കിലോ ഫോഴ്സ് പ്രൊഡ്യൂസസ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഈ 3 കാര്യങ്ങളാണ്. 3 എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, വസ്തുക്കളിൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാകും, വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകും, ആക്സിലറേഷൻ ഉണ്ടാകും. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇനി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് വളരെ മാത്തമാറ്റിക്കലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ ഈ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ആശയപരമായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ ഡെഫിനിഷൻ പഠിക്കുക, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷനും പഠിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ തന്നെ നമുക്കൊന്ന് പറയാം, കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ എഫ് ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. എഫ് എക്സ് ഈസ് ഈക്വൽ ടു എം എ എക്സ്. എന്താ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഇവിടെ എഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് ഫോഴ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ എന്നാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇവിടെ എ എക്സ് എന്ന് പറഞ്ഞാലോ ആക്സിലറേഷൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ. എന്താ ഇതിനർത്ഥം? എ ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ ക്യാൻ പ്രൊഡ്യൂസ് ആൻ ആക്സിലറേഷൻ ഓൺലി ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഇതൊരു വെക്റ്റർ ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം എ വി സൈസ് എ വെക്റ്റർ ഇക്വേഷൻ ആൻഡ് ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്. ഓക്കെ,
What is the meaning of this equation? A force in x direction produces an acceleration only in the x direction. It cannot produce an acceleration in the y or z direction. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് 3 ഇക്വേഷൻ ഉണ്ടാവും. ഏതൊക്കെയായിരിക്കും? അടുത്ത ഇക്വേഷൻ എഫ് വൈ ഇസ് ഈക്വൽ ടു എം എ വൈ, എഫ് സെഡ് ഇസ് ഈക്വൽ ടു എം എ സെഡ്. എന്താ ഈ എഫ് സെഡ് ഇസ് ഈക്വൽ എം എ സെഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം? എ ഫോഴ്സ് ഇൻ ദ സെഡ് ഡയറക്ഷൻ ക്യാൻ പ്രൊഡ്യൂസ് ആൻ ആക്സിലറേഷൻ only in the z direction and no effect in the y or x direction. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നു, എന്നിട്ട് കല്ലെടുത്തെറിയുന്നു, പ്രൊജക്റ്റൈൽ മോഷൻ. ഓർക്കുന്നില്ലേ? പ്രൊജക്റ്റൈൽ മോഷൻ. അപ്പോൾ അതിനെ ഇങ്ങോട്ടൊരു വെലോസിറ്റി കൊടുക്കുന്നു, ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, ഇങ്ങോട്ട് വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്. ഈ വെർട്ടിക്കൽ വെലോസിറ്റിക്ക് എതിരായിട്ടാണ് ഗ്രാവിറ്റി ഉള്ളതെന്ന് നമുക്കറിയാം. ദ ഓൺലി ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് സ്റ്റോൺ വിച്ച് യു ആർ ത്രോയിങ് ഈസ് ദ ഗ്രാവിറ്റി. ഓക്കെ, ഈ ഗ്രാവിറ്റി വൈ ഡയറക്ഷനിലാണ്. ആ വൈ ഡയറക്ഷനിലുള്ള ഗ്രാവിറ്റിക്ക് വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ദി പ്രൊജക്റ്റൈൽ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ആ കാര്യമാണ് ഇക്വേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഈ കാര്യം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയ്ക്ക് അനുസരിച്ചിട്ടാണുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ എടുക്കാം. ആ എക്സാമ്പിൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എഴുതി പഠിക്കണം, എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് എക്സാമ്പിൾ ചെയ്താലോ? അപ്പം നമ്മുടെ എക്സാമ്പിൾ എന്താണെന്നറിയോ? നമ്മളുടെ സ്കൂളിൻ്റെ, നമ്മുടെ ക്ലാസ് മുറിയുടെ മുന്നിലുള്ള സ്കൂളിൻ്റെ വരാന്തയിൽ ആണ് ഒരു കാര്യം നടക്കുന്നത്. ഇതാണ് വരാന്ത. ആ വരാന്തയിൽ ഇവിടെ ഒരു ബോക്സ് വെച്ചിരിക്കുന്നു. ബോക്സ് ഇറ്റ്സ് എ 20 kg ബോക്സ്. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ നിൽക്കുന്നു, എന്നിട്ട് ഈ ബോക്സിനെ അങ്ങോട്ട് തള്ളുകയാണ്. ഓക്കെ, തള്ളുന്നത് ഇങ്ങനെ അങ്ങോട്ട് തള്ളുന്നത് ഒരു 100 ന്യൂട്ടൺ. ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. എന്താ? എഫ് ഈസ് ഈക്വൽ ടു എം എന്നല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. എമ്മിൻ്റെയും എയുടെയും കൂടെ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. ആ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ന്യൂട്ടൺ എന്നാണ് വിളിക്കുക. ഇനിയിപ്പോൾ ഇവിടെ അടുത്തൊരു സംശയമുണ്ട് നിങ്ങൾക്ക്. ഈ 100 ന്യൂട്ടൺ, ഹൗ മച്ച് ഈസ് 100 ന്യൂട്ടൺ? ഫോഴ്സിനെ നമുക്ക് അങ്ങനെ അളന്ന് ശീലമില്ലല്ലോ. ഐ വിൽ ഗിവ് യു ആൻ എക്സലൻറ്റ് എക്സാമ്പിൾ. നിങ്ങൾ ഈ എക്സാമ്പിൾ ഓർത്തിരിക്കണം. ഫോഴ്സ്, നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സിനെ കുറിച്ച് ഏതാണ്ടൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെടും. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നു എന്ന് സങ്കല്പിക്കാം. അപ്പോൾ നിങ്ങളവിടെ ഒരു ബാഗ് ഓഫ് റൈസ്, ഒരു അരിയുടെ ബാഗ് കാണുകയാണ് ഇങ്ങനെ. ഓക്കെ, അത് ഒരു 10 കിലോ ആണെന്ന് സങ്കല്പിക്കുക. 10 കിലോയുടെ ബാഗ്. 10 കിലോയുടെ ബാഗ് ആകുമ്പം ഇതിനെ എർത്ത് താഴേക്ക് വലിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇങ്ങനെ നിങ്ങളതിനെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എർത്ത് താഴേക്ക് വലിക്കും. ഓക്കെ, ഈ താഴേക്ക് എർത്ത് വലിക്കുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് തന്നെയാണ് ഫോഴ്സ്. ഇവിടെ ആ എ എന്ന് പറയുന്ന എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറേഷൻ ആയതുകൊണ്ട് അത് എം ജി ആയിരിക്കും. ഈസ് ഈക്വൽ ടു എം എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്, ജിയും 10 ആണല്ലോ. അപ്പോൾ 100 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുക അതിൻ്റെ വെയ്റ്റ് 100 ന്യൂട്ടൺ എന്നാണ് പറയുക. എന്താണ് വെയ്റ്റ്? ദ ഫോഴ്സ് വിത്ത് വിച്ച് ആൻ ഒബ്ജക്റ്റ് ഈസ് പുൾഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് വെയ്റ്റ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വെയ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അത് 100 ന്യൂട്ടൺ ആണ്. ഇനി അപ്പം നിങ്ങൾ ഇങ്ങോട്ട് ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താലാണ് നിങ്ങൾക്ക് അതിനെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ പറ്റുക. എന്ന് വെച്ചാൽ വെൻ യു ആർ ഹാങ്ങിങ് എ 10 kg റൈസ് ബാഗ് in your hand, the force you are giving is 100 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണോ? എന്നെ പോലെ ഒരാളെ സംബന്ധിച്ച്, അല്ല യൂഷ്വലി ഫോർ ബോയ്സ്, ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബോയ്സിനെ സംബന്ധിച്ച് ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് ഈസ് നോട്ട് ദാറ്റ് ബിഗ്. ഒരു 10 കിലോയുടെ സഞ്ചി, അരി സഞ്ചി എടുത്ത് പിടിക്കുന്ന ഫോഴ്സാണ് അത്. ഇനി 10 കിലോയ്ക്ക് പകരം 25 കിലോ ആണ് ഈ ബാഗെങ്കിലോ,
ഇത് 250 ന്യൂട്ടൺ ആകും, 250 ന്യൂട്ടൺ. ദെൻ ദ ഫോഴ്സ് യു ഹാവ് ടു അപ്ലൈ ഈസ് ഓൾസോ 250. 250 എത്രയാ? അല്ല, 250 കുറച്ച് ഓക്കെ, നമുക്കെടുത്ത് പൊക്കാൻ പറ്റും, 25 കിലോ എന്നുള്ളൂ. അപ്പം 100 ന്യൂട്ടൺ ഈസ് ഈസി ഫോർ അസ്. ഓക്കെ, 250 ന്യൂട്ടൺ ഈസ് ഓക്കെ. ഇനി ഇത് 50 കിലോയുടെ പാക്കായിരുന്നെങ്കിലോ, യു നീഡ് 500 ന്യൂട്ടൺ ആൻഡ് ഇറ്റ് ഈസ് റാദർ ഡിഫിക്കൽട്ട്. So for understanding the magnitude of force, you write this sentence: 100 Newton is easy, 250 is okay, and 500 is difficult. Okay. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ആ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ഓർത്തിരിക്കണം. എന്ന് വെച്ചാൽ ഒരു 10 കിലോയുള്ള ഒരു കുട്ടിയെ, ചെറിയൊരു കുട്ടീനെ നമുക്കിങ്ങനെ എടുത്തുയർത്തണമെങ്കിൽ എത്ര ന്യൂട്ടൺ ഫോഴ്സ് വേണം? ശരിക്കും 100 ന്യൂട്ടൺ ഫോഴ്സ് വേണം. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു 100 ന്യൂട്ടൺ ഫോഴ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. ഇനി നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ വി അസ്യൂം ദ ഫ്ലോർ ടു ബി വെരി സ്മൂത്ത്. ഇത് വളരെ സ്മൂത്ത് ഫ്ലോർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നോ ഫ്രിക്ഷൻ. അങ്ങനെ ഒരു ഫ്ലോർ നമുക്ക് കിട്ടില്ല. എന്നാലും ഫ്രിക്ഷനെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഫോർ ദ ടൈം ബീയിങ് we say this is a smooth floor, so no friction. പിന്നീട് നമ്മൾ ഫ്രിക്ഷനെക്കുറിച്ച് പഠിക്കുമ്പം അത് നമ്മൾ ചേർത്തും. അപ്പോൾ ഇത് ഫസ്റ്റ് ലെവലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 20 കിലോ ഉള്ള ബോക്സ് ഇരിക്കുന്നു. 100 ന്യൂട്ടൺ ഫോഴ്സിൽ നമ്മൾ അതിനെ അങ്ങോട്ട് തള്ളാൻ പോവുകയാണ്. നിങ്ങൾ തള്ളുന്നത് വരെ അത് അവിടെ തന്നെ ഇരിക്കും. എന്താ കാരണം? ഇനർഷ്യ ഓഫ് റെസ്റ്റ്. വേറൊരാൾ തള്ളുന്നത് വരെ an object cannot move on its own, so due to inertia of rest it will be there. എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കും. അൺടിൽ ആൻഡ് അൺലെസ് യു പുഷ് ഇറ്റ്, ഇറ്റ് വിൽ ബി ദർ. ഓക്കെ, നൗ യു ആർ പുഷിങ് ഇറ്റ്. അപ്പോൾ ഇത് എന്താ സംഭവിക്കുക? ഫോഴ്സ് എന്താ ചെയ്യുക? ഫോഴ്സ് പ്രൊഡ്യൂസസ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ഫോഴ്സ് പ്രൊഡ്യൂസസ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ഫോഴ്സ് പ്രൊഡ്യൂസസ് ആക്സിലറേഷൻ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോഴ്സ് നിങ്ങൾക്കറിയാം, മാസും അറിയാം. അല്ല, ഈ വെയിറ്റ് ഇല്ലേ, ഈ 20 കിലോഗ്രാം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ 200 ന്യൂട്ടൺ എന്നുള്ള ഒരു വെയിറ്റ് താഴേക്കുണ്ടല്ലോ. ഷുഡ് വി നോട്ട് കൺസിഡർ ദാറ്റ്? ദി ആൻസർ ഈസ് യു നീഡ് നോട്ട്. ബിക്കോസ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത് എക്സ് ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? എക്സ് ഡയറക്ഷനിലേക്കായിരിക്കും. അതിനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാവിറ്റിക്ക് കഴിയില്ല. ബിക്കോസ് ഗ്രാവിറ്റി ഈസ് ഇൻ ദ വൈ ഡയറക്ഷൻ. ഓർത്തിരിക്കണം അത്. ഓക്കെ, അപ്പോൾ ഈ എഫ് ഈസ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചെയ്യണേ നിങ്ങൾ. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എം ഈസ് ഈക്വൽ ടു എഫ് ഈസ് 100 ആൻഡ് എം ഈസ് 20. So you will get the acceleration as 5 meter per second square. ഓരോ സെക്കൻഡിലും 5 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യുമെന്നാണ് ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് വെച്ചാൽ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് ദറ്റ് പോയിൻ്റ് ബി കോൾഡ് അസ് എ. അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നന്നായി വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ നിങ്ങൾ അതിനെ ഇങ്ങനെ പുഷ് ചെയ്യുകയാണ്. ഓക്കെ, പുഷ് ചെയ്യുന്ന സമയത്ത് ലെറ്റ് മീ ആസ്ക് യു അനദർ ക്വസ്റ്റ്യൻ. എത്ര സമയത്തേക്ക് പുഷ് ചെയ്യണം? തുടർച്ചയായിട്ട് നമ്മൾ പുഷ് ചെയ്യാൻ പോവുകയാണ്. എത്ര സമയത്തേക്ക് പുഷ് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സമയം പറ, ഒരു ഫ്യൂ സെക്കൻഡ്സ്, എത്രയെങ്കിലും ഒരു സമയം, എത്ര സെക്കൻഡ് എന്ന് പറ, വെറുതെ പറ. സാധാരണ കുട്ടികളോട് ക്ലാസ്സിൽ ഈ ചോദ്യം ചോദിച്ചാൽ കുട്ടികൾ പറയാം, സാർ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് എന്നൊക്കെയാണ്. ഇവിടെ കാര്യം നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ? ഓൾ ഫിസിക്സ് പ്രോബ്ലംസ് ആർ റിയൽ ലൈഫ് പ്രോബ്ലംസ്. ഓക്കെ, ശരിക്കും നിങ്ങൾക്ക് ഇതിനൊരു 10 സെക്കൻഡ് സമയം തള്ളാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഏതായാലും ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്നത് ഓൺലി ഫോർ 2 സെക്കൻഡ്സ്. 2 സെക്കൻഡ് സമയത്തേക്ക് മാത്രമേ പുഷ് ചെയ്യുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആക്സലറേഷൻ നിങ്ങൾക്ക് കിട്ടി, ടൈം കിട്ടി. ടൈം ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ് എന്ന് കിട്ടി. അപ്പോൾ 2 സെക്കൻഡ് നേരം നിങ്ങളിതിനെ തള്ളുക എന്ന് പറയുമ്പോൾ നിങ്ങളതിനെ വിഷ്വലൈസ് ചെയ്യണേ, മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കണം, ഇമാജിൻ ചെയ്യണം. ഓക്കെ, ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ തള്ളുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്.
അതായത് മൂവ് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ഓഫ് വെലോസിറ്റി, ചേഞ്ച് ഓഫ് മൊമെൻ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ബോക്സ് മുന്നോട്ട് പോകും. യു ഓൾസോ ഹാവ് ടു മൂവ് ഫോർ 2 seconds. അപ്പോൾ ഈ 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എത്ര മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എസ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയ മോഷനാണ്. സോ വാട്ട് കൈൻഡ് ഓഫ് മോഷൻ ഈസ് ദിസ്? This is uniformly accelerated motion. So what equation will you use for finding displacement? S is equal to ut plus half at square is equal to, so the initial velocity is 0. So I need to consider only the second part of this equation. So half into a എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്, into t square എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്, അത് 4 ആണ്. This is equal to, അപ്പോൾ എത്രയാണ് കിട്ടുക? 2, you will get it as 10 meters എന്ന് കിട്ടും. കിട്ടിയോ നിങ്ങൾക്ക് ആശയം മനസ്സിലായോ? നിങ്ങൾ 2 സെക്കൻഡ് സമയത്തേക്ക് ഈ ബോക്സിനെ തള്ളണം എങ്കിൽ ഹൗ ലോങ് യു ഹാവ് ടു റൺ? നിങ്ങൾ ഓടണം ബോക്സിൻ്റെ കൂടെ, ശരിയല്ലേ? എത്ര ഓടേണ്ടി വരും? 10 മീറ്റർ ഓടേണ്ടി വരും. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ 10 സെക്കൻഡ് സമയത്തേക്കാണ് തള്ളുന്നത് എങ്കിൽ, ടി 10 സെക്കൻഡ് ആണ് എങ്കിൽ ഇവിടെ എത്രയാണ് വരിക? 10 സ്ക്വയർ 100, 250 മീറ്റർ എന്ന് വരും, ശരിയല്ലേ? അതായത് 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ 250 മീറ്റർ ഓടണം. ഒളിമ്പിക്സിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് ഗോൾഡ് മെഡൽ കിട്ടും. ആ ഓട്ടം നടക്കുന്ന ഓട്ടമാണോ? അല്ല. അതാ ഞാൻ പറഞ്ഞത്, ഫിസിക്സിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്യുന്ന സമയത്ത് റിയൽ ലൈഫിൽ അത് നടക്കുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ പ്രോബ്ലങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിനെക്കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവും. എന്താണെങ്കിലും ഈ ആശയം നിങ്ങൾക്ക് നന്നായി മനസ്സിലായില്ലേ? ഇനി നമുക്കറിയേണ്ടത് എന്ത് വെലോസിറ്റി ഉണ്ടാകും, ഈ 2 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് വെലോസിറ്റി ഉണ്ടാകുന്നതാണ്. അതിന് നമുക്ക് ഏതാ ഇക്വേഷൻ ഉപയോഗിക്കുക? വി ഈസ് ഈക്വൽ ടു u plus at is equal to, as initial velocity is 0, it is at only. It is a is 5 into t is 2 is equal to 10 meter per second. 10 മീറ്റർ പെർ സെക്കൻഡിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. നല്ല സ്പീഡാണതെന്ന് ഓർക്കണം, അല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? 2 സെക്കൻഡ് നേരം നിങ്ങളിതിനെ തള്ളുന്നു, അപ്പോൾ 10 മീറ്റർ പോകുന്നു എന്ന് വെച്ചാൽ ഏതാണ്ട് ഇവിടെ എത്തി, ബി എന്ന പോയിൻ്റ് എത്തി. ഈ ദൂരം എത്രയാണ്? 10 മീറ്ററാണ്. നിങ്ങളും ഇതേപോലെ ഒരു ചിത്രം വരച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് മാർക്ക് ചെയ്യണം. ബി എന്ന സ്ഥലത്തെത്തി. ഇനി എന്താ നിങ്ങൾ ചെയ്തേക്കുന്നത്? അപ്പോൾ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, നിങ്ങൾ തള്ളി എ മുതൽ ബി വരെ തള്ളി, നിങ്ങൾ നല്ല ഓടണം ബോക്സിൻ്റെ കൂടെ, ഇമാജിൻ ദാറ്റ്. എന്നിട്ടോ ബിയിലെത്തി കഴിയുമ്പം പിന്നെ ബോക്സ് അങ്ങ് പോയിക്കോളും, നിങ്ങൾ തള്ളൽ നിർത്തി. ഓക്കെ, യു സ്റ്റോപ്ഡ് പുഷിങ് ഇറ്റ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ബോക്സിന് ഈ വെലോസിറ്റി ഉണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ആ ബോക്സിന് ഇവിടെ അങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങോട്ടുള്ള അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലെ ബോക്സ് ഇവിടെ എത്തിയേക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുക? ഇനിയുള്ളതാണ് രസകരമായ കാര്യം. നിങ്ങളുടെ ഒരു ഫ്രണ്ട്, ഒരു ഉദാഹരണത്തിന് ഇവിടെ നിന്നിട്ട് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്നിരിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അയാൾ നിങ്ങളെ നിരീക്ഷിക്കുന്നത് ഫോർ 5 seconds, 5 സെക്കൻഡ് സമയത്തേക്ക് നിരീക്ഷിക്കുന്നുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ തള്ളി തുടങ്ങി, 2 സെക്കൻഡ് കൊണ്ട് അയാൾ കണ്ടത് നിങ്ങൾ ബോക്സിൻ്റെ പുറകെ ഓടി 10 മീറ്റർ ഓടി ബി എന്ന പോയിന്റിലെത്തി. ഇനി അയാൾ എന്താ കാണുക? നിങ്ങൾ നിന്നു, നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് ഓടിയിട്ട് നിന്നു. ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് ഓടിയിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ, കാരണം ഇനർഷ്യ. ഓക്കെ, ഇനർഷ്യ ഓഫ് മോഷൻ. ഓക്കെ, ഇനി ബോക്സിന് എന്താ സംഭവിക്കുക? ബോക്സ് മുന്നോട്ട് പോകും, ബോക്സ് മുന്നോട്ട് പോകും, കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോകുന്നതാണ് സാധാരണഗതിയിൽ റിയൽ ലൈഫിൽ നമ്മൾ കാണുക. പക്ഷെ നമ്മളിവിടെ ഇമാജിൻ ചെയ്തിരിക്കുന്നത് ഇതൊരു സ്മൂത്തായ ഫ്രിക്ഷൻ ഇല്ലാത്ത സ്ഥലമാണെന്നാണ്. ഫ്രിക്ഷൻ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ദ ബോക്സ് വിൽ കണ്ടിന്യൂ ഇൻ യൂണിഫോം മോഷൻ വിത്ത് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, അല്ലേ? അപ്പം ഇയാൾ 2 സെക്കൻഡ് കൊണ്ട് ഇത്രയും കണ്ടു, ഇനി ഒരു 3 സെക്കൻഡ് കൊണ്ട് കൂടെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ബോക്സ് മുന്നോട്ട് പോകുന്നതാണ് ഈ ആൾ കാണുക. എന്തായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്? ഈ സമയം കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്
ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വി ടി എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഇക്വേഷൻ അല്ല. എന്താ കാരണം? ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഇവിടം വരെയുള്ളത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. എന്നാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് യൂണിഫോം മോഷനാണ്. മനസ്സിലായോ നിങ്ങൾക്കത്? അപ്പോൾ യൂണിഫോം മോഷൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വെലോസിറ്റി എത്രയാണ്? 10 ഇൻറ്റു 3 സെക്കൻഡും കൂടെ ഉണ്ട്. അപ്പോൾ 3 = 30 മീറ്റർ കാണാം. 30 മീറ്റർ പോകുന്നത് കാണാം. അപ്പോൾ ഇത് 10 ഇവിടെ എത്തും. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കുട്ടി നോക്കുമ്പം 10 മീറ്റർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ പോയ ബോക്സ് അത് കഴിഞ്ഞിട്ട് കിട്ടിയ വെലോസിറ്റിയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റിയിൽ. ഇവിടെയാണ് അരിസ്റ്റോട്ടിൽസ് ഫാലസി ഉണ്ടായത്. അരിസ്റ്റോട്ടിൽ കരുതി എല്ലാ വസ്തുക്കളും നിന്നു പോവുകയാണ്. അപ്പോൾ തുടർച്ചയായ വസ്തുക്കൾ മൂവ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് അപ്ലൈ എ ഫോഴ്സ് കണ്ടിന്യൂസ്ലി ഓൺ ഇറ്റ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അതാണ് ഗലീലിയോ തിരുത്തിയത്. ഓർക്കുന്നില്ലേ? ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെയുണ്ട്, നിങ്ങൾ കാണണം. രസകരമാണത് അല്ലേ? എന്നിട്ട് തിരിച്ചു വരണം. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്നത് പിന്നെ ആ ബോക്സ് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. എത്ര ദൂരം പോകും? ആരെങ്കിലും അതിനെ നിർത്തുന്നേടം വരെ പോകും. ഇല്ലെങ്കിലോ അത് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം എന്താണ്? സർഫസസ് ആർ നോട്ട് സ്മൂത്ത്. ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് അത്. അപ്പോൾ ഇതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല എക്സാമ്പിൾ അല്ലേ ഇത്? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ എക്സാമ്പിൾ ഒരിക്കൽ കൂടെ എഴുതി വായിച്ച് പഠിക്കണം. എന്നിട്ട് വേറെ ഒരു മാസുള്ള ബോക്സ് വെച്ച് വേറെ ഒരു ഫോഴ്സ് കൊടുത്ത് കാര്യങ്ങൾ വീണ്ടും ചെയ്ത് നോക്കണം. ഇടയ്ക്ക് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ സെക്കൻഡ് ഇയറിലെ റിവിഷൻ വീഡിയോ ഇപ്പം 30,000 ആളുകൾ കണ്ട് യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന റിവിഷൻ വീഡിയോയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എൻ്റെ ഫിസിക്സ് ഫാമിലിയിലുള്ള അധ്യാപകർക്കും പ്രത്യേകമായ നന്ദിയും തംസപ്പും അറിയിക്കുകയാണ്. കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ കുട്ടികൾ ഇത് എത്തിക്കണം. ടീച്ചേഴ്സും സഹായിക്കുന്നുണ്ട് നമ്മളെ. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. ഇനി ഈ ടോപ്പിക്കിൽ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇതിനിവിടെ വെച്ചു. ഓക്കെ. വെച്ച് കഴിഞ്ഞപ്പം അതിന് നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ചിട്ട് അതങ്ങോട്ട് മൂവ് ചെയ്യുക. അതിന് മുന്നേ അത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അതൊന്നും ആ ബോക്സിന് അറിയില്ല. അതിപ്പോൾ അറിയില്ലല്ലോ. പക്ഷേ ഇതെന്താണെന്നറിയോ? ഒരു പ്രത്യേകമായ റൂളാണത്. ഓക്കെ. അതെന്താണെന്നറിയോ? ദ ആക്സിലറേഷൻ നൗ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോഴ്സ് നൗ. നേരത്തെ അതൊരു ഫോഴ്സ് ഉണ്ടായിരുന്നോ? ഇനി ഫോഴ്സ് ഉണ്ടാവുമോ? അതൊന്നും പ്രശ്നമല്ല. ആശയം മനസ്സിലായില്ലേ? ഒരു ഫോഴ്സ് ഇപ്പോൾ കൊടുക്കുന്നു, അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോൾ ഉണ്ടാവും. ഇതാണ് ഫോഴ്സിനെ സംബന്ധിച്ച അടുത്ത കാര്യം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ ബുക്കൊക്കെ വായിക്കുമ്പം അതൊക്കെ കാണും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഈ സമയത്ത് വായിക്കണം എന്നില്ല എന്നാണ് ഞാൻ പറയുക. കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കഴിയുമ്പം സാറ് പറഞ്ഞ കാര്യങ്ങളൊന്നും ടെക്സ്റ്റ് ബുക്കിലില്ലല്ലോ എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന സന്ദർഭങ്ങളിൽ മാത്രം ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി, പ്രോബ്ലങ്ങൾ ചെയ്താൽ മതി. ഇന്നിപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്ന് പറയുന്നത് ഇതേ കാര്യങ്ങൾ വേറെ ഒരു ഡാറ്റ വെച്ച് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇപ്പം ഈ സ്മൂത്തായ സർഫസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമുക്ക് സാധാരണഗതിയിൽ നിങ്ങളുടെ വീട്ടിലെ ഉദാഹരണം, നിങ്ങളുടെ വീട്ടിലെ വലിയൊരു കബോർഡ്, ആ വലിയ കബോർഡ് മുറ്റത്ത് കോൺക്രീറ്റ് ഉള്ള സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ റഫായ സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തള്ളാനൊന്നും പറ്റില്ല. ശരിയല്ലേ? എന്നാൽ നിങ്ങളുടെ വീട്ടിനകത്ത് ടൈലോ മൊസൈക്കോ പിന്നെന്താണ് ഗ്രാനൈറ്റോ ഒക്കെയുള്ള ഫ്ലോർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തള്ളിക്കൊണ്ട് നടക്കാം. ശരിയല്ലേ? എന്താ കാരണം? ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഫ്രിക്ഷന് ഭയങ്കര പ്രാധാന്യമുണ്ട് നമ്മളുടെ ഈ ചാപ്റ്ററുകളിൽ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷനും അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ വീഡിയോ കണ്ട് നിങ്ങൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് തയ്യാറെടുക്കുക. ഇനി കഴിയുന്നതും വേഗത്തിൽ നമുക്ക് വീഡിയോസ് തരാൻ കഴിയുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. നിങ്ങൾ ഓർക്കണേ, മെയ് മാസം അവസാനം അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യമായിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.